ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി ഓണം സദ്യ സ്പെഷ്യൽ പൈനാപ്പിൾ പച്ചടി. ഒരു 250 ഗ്രാം പൈനാപ്പിൾ എടുത്ത് തൊലി കളഞ്ഞത് നല്ല ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കിത് ചെറുതായി അരിഞ്ഞ് നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 6 പച്ചമുളക് നടുകീറിയതും കുറച്ച് കറിവേപ്പിലയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും ഒരു ചെറിയ ഗ്ലാസ് വെള്ളവും ഒഴിച്ച് നമുക്കൊന്ന് നന്നായി മിക്സാക്കി കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി ഒരു 20 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായി നമുക്കൊരു അരമുറി തേങ്ങ ചിരവിയത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 6 ചുവന്നുള്ളിയും 2 പച്ചമുളകും 1/4 ടീസ്പൂൺ നല്ല ജീരകവും ചേർത്ത് നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറേശ്ശെയായി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമുക്കിതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് നല്ല ഫൈനായിട്ട് നമുക്കിത് അരച്ച് മാറ്റി വെക്കാം. ഇനി നമ്മുടെ പൈനാപ്പിളിൻ്റെ മൂടി നമുക്ക് തുറന്ന് നോക്കാം. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ പൈനാപ്പിൾ വെന്തോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. പൈനാപ്പിൾ വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് നമുക്കിതൊന്ന് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. എല്ലാ ഭാഗത്തേക്കും പഞ്ചസാര പിടിക്കുന്ന വിധത്തിൽ നന്നായി ഒന്ന് നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് നമ്മൾ ചേർക്കുമ്പോൾ ഇത് നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഈ അരപ്പ് വെന്ത് വരുന്നത് വരെ നമുക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ഈ അരപ്പ് നന്നായി വെന്ത് വരും. അപ്പോൾ മാത്രമേ നമുക്ക് ഈ ഇളക്കൽ നിർത്താൻ പറ്റുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ തേങ്ങ പിരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നന്നായി ഒന്ന് എല്ലാ ഭാഗത്തേക്കും നമുക്ക് ഇളക്കി യോജിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പുളിയുള്ള നമ്മുടെ തൈര് 1/2 കപ്പ് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി എല്ലാ ഭാഗത്തേക്കും നമുക്കൊന്ന് യോജിപ്പിക്കാം. 2 മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ചൂടായാൽ നമുക്കിത് ഇറക്കി വെക്കാം. ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇനി നമുക്കിത് താളിക്കാം. ഇനി നമുക്കൊരു കടായി എടുത്ത് അടുപ്പിൽ വെച്ച് കൊടുക്കാം. കടായി ചൂടാവുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായാൽ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോൾ 2 തണ്ട് കറിവേപ്പിലയും 2 വറ്റൽമുളകും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നമ്മുടെ പച്ചടിയിലേക്ക് ഒഴിച്ച് നമുക്കിതൊന്ന് താളിക്കാം. അങ്ങനെ നമ്മുടെ രുചികരമായ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങൾക്കിത് തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്കും ഷെയറും കമൻറ്റും ഒന്ന് ചെയ്യണേ. ഓക്കേ.